അസ്സലാമു അലൈക്കും. ഇപ്പോൾ കൂടുതൽ ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് പരീക്ഷയിൽ വിജയിക്കാനും കൂടുതൽ മാർക്ക് ലഭിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുവാനും ഒരു ടെൻഷനില്ലാതെ എക്സാം ഹാളിൽ കയറുവാനും നല്ല കോൺഫിഡൻറ്റോടെ എക്സാം എഴുതാനും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ എക്സാമിൻ്റെ ചൂടിലാണ് മിക്ക വീടുകളും. പൊതുപരീക്ഷയും നീറ്റ് എക്സാമിനുമൊക്കെ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. എക്സാമിന് പോകുന്ന കുട്ടികൾ സ്വയം ഇത് ചെയ്യുക. പവർഫുൾ ആയ 2 സൂറത്തും ഒരു ദിക്റുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം ഈ കാര്യം മുടങ്ങാതെ വിശ്വാസത്തോടെ ചെയ്യുവാണെങ്കിൽ ഇൻഷാ അല്ലാ ഫലം ഉറപ്പായിട്ടും കിട്ടും. രാവും പകലും നമ്മൾ പഠിക്കുന്ന സമയത്തിൽ നിന്ന് ഒരു 15 മിനിറ്റ് സുബഹിക്ക് ശേഷം മാറ്റിവെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം സൂറത്തുൽ ഫത്തഹ് ഒരു വട്ടവും അതിനുശേഷം വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച് യാ ഫത്താഹു യാ അല്ലാ എന്ന് 71 വട്ടം ചൊല്ലുക. അതിനുശേഷം അലം നശ്റഹ് 7 വട്ടം ഓതുകയും ചെയ്യണം. എക്സാം കഴിയുന്നത് വരെ, റിസൾട്ട് വരുന്നത് വരെ മുടങ്ങാതെ ഇത് പതിവാക്കുക. ഇൻഷാ അല്ലാ ഉറപ്പായിട്ടും വിജയം കിട്ടും. എക്സാമിന് പഠിക്കുന്ന സമയത്ത് എക്സാമിൽ തോക്കുമെന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ വേഗം പോയി ഒളു എടുക്കുക. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. അല്ലെങ്കിൽ ഒളു എടുത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഒരു സൂറത്ത് ഓതുക. ഫത്തഹ് സൂറത്തും യാ ഫത്താഹു യാ അല്ലാ എന്ന ദിക്റും വിജയത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരും. അലം നശ്റഹ് സൂറത്ത് നമ്മുടെ ടെൻഷൻ എടുത്ത് കളഞ്ഞ് ഓർമ്മയും ബുദ്ധിയും ഉയർത്തും. ഇരു ലോകത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും വിജയം നൽകുന്ന 2 സൂറത്തും ദിക്റും ആരും ജീവിതത്തിൽ പതിവാക്കാതിരിക്കരുത്. ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.